വേദിയെയും സദസ്സിനെയും ധന്യവാക്കിയ നമ്മുടെ ഓരോരുത്തരുടെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. വിശിഷ്യ ഇന്ന് പൈതൃകത്തിൻ്റെ യോഗാദിന പുരസ്കാരത്തിന് LMRKയെ അർഹനാക്കിയ അതിൻ്റെ ക്യാപ്റ്റൻ ശ്രീ രജിത്ജി, പൈതൃകത്തിൻ്റെ കോർഡിനേറ്റർ ശ്രീ രവി ചങ്കത്തൻ, യോഗം ഉദ്ഘാടനം ചെയ്ത ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ AV ഗോപിനാഥ് അവർ, ഭദ്രദീപം കൊളുത്തിയ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, എല്ലാവർക്കും അവരുടെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് നമുക്കറിയാം, ലോകത്ത് ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളും യോഗാ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിന് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് യോഗ. ആ യോഗാ ദിനത്തിൽ പൈതൃകത്തിൻ്റെ യോഗാദിന പുരസ്കാരം LMRKയ്ക്കും രജിത്ജിക്കും കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തിനാണ് LMRKയ്ക്ക് അതല്ലെങ്കിൽ രജിത്ജിക്ക് ഈ യോഗാദിന പുരസ്കാരം കൊടുക്കുന്നത്? സംശയം സ്വാഭാവികമാണ്. കാരണം നമ്മുടെയൊക്കെ ധാരണയിലെ യോഗ എന്ന് പറയുന്നത് ശരീരം കൊണ്ടൊക്കെ ചെയ്യുന്ന എന്തൊക്കെയോ അഭ്യാസങ്ങളാണ്, അല്ലെ? എന്നാൽ ശരീരം വളയ്ക്കുക, ശരീരത്തെ സ്ഥിരം സുഖമാസനം വരുത്തുക എന്നൊക്കെ ഉള്ളത് യോഗയുടെ ഒരു ഭാഗം മാത്രമാണ്. യോഗ, യോഗം, യോഗി എന്നൊക്കെ ഉള്ളത്, ആ വാക്ക് യഥാർത്ഥത്തില് യുജ് എന്ന് പറയുന്ന ഒരു സംസ്കൃത ധാതുവിൽ നിന്നാണ്. യുജ് എന്ന് പറഞ്ഞാൽ യോജിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തിനെയായിട്ട് യോജിക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരീരം വളയ്ക്കുന്നത് മാത്രമാണ് യോഗ എന്നുണ്ടെങ്കിൽ ശരീരം എന്തിനെയായിട്ടാണ് യോജിക്കുന്നത്? അപ്പൊ ശരീരം വളയ്ക്കുന്നത് മാത്രമല്ല യോഗ എന്നത്, അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ കലിയുഗത്തില് നമുക്കറിയാം, സംഘശക്തിയാണ് കലിയുഗത്തിൽ പ്രധാനമെന്നത്. ഒരു യുഗാരംഭം എന്ന് പറയുന്നത് ഒരു യോഗിയിൽ നിന്നാണ് യുഗാരംഭം ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ കലിയുഗ മധ്യത്തിൽ ഒരു മുരുകയുഗം സ്ഥാപിക്കുക എന്നുള്ള, അതല്ലെങ്കിൽ ആ മുരുകയുഗത്തെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന LMRKയും രജിത്ജിയും യഥാർത്ഥത്തിൽ ഒരു യോഗി എന്നുള്ള പദത്തിന് അർഹരാണ്. അപ്പൊ യുഗം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരിക ത്രേതായുഗം, ദ്വാപരയുഗം, സത്യയുഗം എന്നൊക്കെയാണ്, അല്ലെ? എന്നാൽ ഈ എല്ലാ യുഗങ്ങളും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തന്നെയാണ്. യോഗ ദൃഷ്ടിയിൽ നമ്മൾ നോക്കിയാൽ ഈ എല്ലാ യുഗങ്ങളും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തന്നെയാണ്. കാരണം അവൻ തന്റെ ശരീരബോധമാണ്, അഹങ്കാരമാണ്, ഞാൻ എന്ന ബോധമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതവന്റെ മൂലാധാര ചക്രത്തിൽ, അവന്റെ ബോധം മൂലാധാര ചക്രത്തിൽ അവന്റെ ശരീരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കലിയുഗമാണ്. അവിടുന്ന് അവന്റെ ബോധം ഉയർന്ന് അവന്റെ നാഭീചക്രത്തിൽ എത്തുന്ന സമയത്ത് ആ ഞാനെന്ന ഭാവം മാറി അതിജീവനത്തിന്റെ ആ ഭാവം മാറിയിട്ട്
അവൻ അതിൽ നിന്ന് എനിക്കെന്ത് എന്നുള്ളതിൽ നിന്ന് മറിച്ച് എനിക്ക് എന്ത് നൽകാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ധർമ്മചിന്തയിലേക്ക് വരുന്നു എന്നുള്ളത്. നാഭീചക്രത്തിലെ അഗ്നിയാണ് പ്രധാനം. അവിടെയാണ് ധർമ്മത്തിന്റെ അഗ്നി. ത്രേതായുഗം ശ്രീരാമന്റെ അഗ്നി, ധർമ്മത്തിന്റെ അഗ്നി അവിടെയാണ് ജ്വലിക്കുന്നത്. അപ്പൊ നമ്മുടെ നാഭീചക്രത്തിലാണ് എന്തുണ്ടാവുന്നത്? ത്രേതായുഗം ഉണ്ടാകുന്നത്. അവിടുന്ന് ആ ബോധതലം ഉയർന്ന് നമ്മുടെ ഹൃദയചക്രത്തിലെത്തുന്ന സമയത്ത് നമ്മൾ നിരുപാധിക സ്നേഹത്തിന്റെ സംഗീതത്തിന്റെ ലോകത്തിലേക്ക് എത്തുന്നു. അവിടെയാണ് ദ്വാപരയുഗം, കൃഷ്ണന്റെ യുഗം ആരംഭിക്കുന്നത്. ആ നിരുപാധിക സ്നേഹത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ഹൃദയചക്രത്തില് എന്തുണ്ടാകുന്നത്? ദ്വാപരയുഗം ഉണ്ടാകുന്നത്. അവിടുന്ന് ബോധം ഉയർന്ന് നമ്മുടെ ഉച്ചിയിലെത്തുമ്പോൾ സഹസ്രാര ചക്രത്തിലെത്തുന്നതാണ് യഥാർത്ഥത്തിൽ സത്യയുഗം. ഈ യുഗത്തിലാണ് ഇവിടെ മുരുകന്റെ പ്രസക്തി വരുന്നത്. ഇവിടെയാണ് രജിജി പറയുന്നത് മുരുകയുഗം ആരംഭിച്ചിരിക്കുന്നു. ആ മുരുകൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ദേവതയല്ല. ഈ യോഗത്തിന്റെ മുഴുവൻ, ഈ യുഗങ്ങളുടെ മുഴുവൻ സൂത്രധാരനായിട്ടുള്ള യോഗ സൂത്രധാരിയാണ് യഥാർത്ഥത്തിൽ മുരുകൻ. ഈ യുഗങ്ങളെ മുഴുവൻ നമ്മുടെ ശരീരത്തിലുള്ള ഈ കലിയുഗത്തെയും ത്രേതായുഗത്തെയും ദ്വാപരയുഗത്തെയും സത്യയുഗത്തെയും ബന്ധിപ്പിക്കുന്ന ആ വേൽ ആണ് യഥാർത്ഥത്തിൽ മുരുകന്റെ വേൽ എന്ന് പറയുന്നത്. ആ മുരുകന്റെ പ്രതിനിധിയായിട്ടാണ്, യോഗിയായിട്ടാണ് യഥാർത്ഥത്തിൽ ശ്രീ രജിജി നമ്മളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ യോഗാദിന പുരസ്കാരം LMRKയ്ക്കും രജിജിക്കും ലഭിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പൈതൃകം ഈ യോഗാദിന പുരസ്കാരം LMRKയ്ക്ക് കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി ഇത് വളരെ ഉത്തമമായിട്ടുള്ള തീരുമാനമായി. ഈ യോഗാ ദിനത്തിനെ ഇത് LMRKയ്ക്ക് അല്ലാതെ മറ്റൊരാൾക്കും ഈ കാലഘട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി സാധ്യമല്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവിടെ നമ്മൾ നോക്കൂ, നമ്മളെ കലിയുഗത്തിൽ നിന്നും ഒരു മനുഷ്യനെ കലിയുഗത്തിൽ നിന്നും സത്യയുഗത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രക്രിയയാണ്, ഒരു ജീവിത രീതിയാണ് യോഗ എന്ന് പറയുന്നത്. അവിടെ മയില് അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. അവിടെ മനുഷ്യൻ മയിലിനെ കൊല്ലല്ല ചെയ്യുന്നത്, മുരുകൻ മയിലിന്റെ പുറത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആ അഹങ്കാരത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ മുരുകയുഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുള്ളതാണ് മുരുകൻ രജിജിയിലൂടെ നമുക്കൊക്കെ കാണിച്ചു തരുന്നത്. അത് രജിജിയെ നമുക്ക് അടുത്തറിഞ്ഞാൽ വളരെയധികം നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചെങ്കിൽ യാതൊരു ചാടകളുമില്ലാതെ ഇത്രയേറെ ലളിതമായിട്ടൊരു മനുഷ്യനെ മറ്റു മനുഷ്യരുമായിട്ട് ഇടപഴകാൻ വേണ്ടി സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് വളരെയധികം സംശയം. രജിജിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ശരിക്ക് ആ ഒരു ശബരിയുടെ ഒരു നിഷ്കളങ്കത അല്ലെ, ശബരിയുടെ ഒരു നിഷ്കളങ്കത, അതുപോലെ തന്നെ ആ കുറൂരമ്മയുടെ ഒരു ഭക്തി, പൂന്താനത്തിന്റെ ഒരു വിശ്വാസം, ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു വ്യക്തിയില് കാണുന്നുണ്ടെങ്കിൽ അത് രജിജിയിലാണ് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു യുഗപ്രഭയ്ക്ക് മുമ്പിൽ എന്നുള്ള പുസ്തകത്തിൽ ഒരു എക്സ്പീരിയൻസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു TV ഇന്റർവ്യൂ വരാൻ വേണ്ടി TV-കാർ വന്ന സമയത്ത് ഏതാണ് മൂന്നാമത് കണ്ണെന്ന് പറയുന്ന ഒരു TV ഇന്റർവ്യൂവിന് വേണ്ടി വന്ന സമയത്ത് അവർ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ കുറെ ഭസ്മൊക്കെ വാരിപ്പൂശി കാഷായമൊക്കെ ഇട്ട്, കാരണം ആ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് ഒരു സ്പിരിച്വൽ പേഴ്സൺ, ഒരു ഗോഡ്മാൻ എന്നുള്ള ഒരു ലുക്ക് കിട്ടുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പച്ചയായിട്ടൊരു മനുഷ്യനാണ്, മുരുകൻ പറയുന്നത് എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരം വേഷവിധാനങ്ങളൊന്നും വേണ്ട എന്നുള്ള അദ്ദേഹത്തിന്റെ ഒറ്റ നിർബന്ധത്തിലായിരുന്നു സാധാരണ മുണ്ടും ഷർട്ടും ഇട്ടിട്ട് അദ്ദേഹം ആ TV പരിപാടിയിൽ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ
സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്ന സമയത്ത് മുരുകൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വളരെ വെപ്രാളമായിരുന്നു. ആ വെപ്രാളം മാറിയത് RCCയിൽ പോയിട്ട് അവർ ടെസ്റ്റൊക്കെ നടത്തി കുറേ ദിവസം കഷ്ടപ്പെട്ട് അതിനുശേഷം അവർ വിളിച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആണ് എന്ന് പറയുമ്പോൾ ആ ഡിസ്ചാർജ് ആണ് എന്ന് പറയുന്നതിനേക്കാൾ തൊട്ട് മുൻപ് അവരെ കാണാൻ പോയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വാഹനം ഇവിടുന്ന് മുരുകൻ അറേഞ്ച് ചെയ്തിട്ട് പോകാൻ വേണ്ടി തയ്യാറെടുത്തു എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്നത്, ഞാൻ നേരെ മുരുകന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മുരുകൻ എന്തിനാ എന്നെ വിഷമിപ്പിച്ചതെന്ന് ചോദിച്ചുകൊണ്ട്. സത്യത്തില് അതിന്റെ സത്യാവസ്ഥകൾ മുഴുവൻ ഇന്നതാണ് നടക്കുക എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം അത് എന്നെ മുരുകൻ പരീക്ഷിച്ചതാണ്, ഞാൻ പരാജയപ്പെടുമോ എന്നുള്ള ആ ഒരു എന്താ പറയാ ഭയം മുരുകന്റെ മുന്നിൽ കാണിച്ചു എന്നുള്ളത്, അത് ശരിക്കും ആ ഒരു എന്താ പറയാ ആ ശബരിയുടെ നിഷ്കളങ്ക ഭക്തി പോലെയാണ് നമുക്ക് തോന്നുക. അപ്പൊ അങ്ങനെ ഒരു ജാടകളുമില്ലാതെ ഒരു കെട്ടുകാഴ്ചകളുമില്ലാതെ സാധാരണ മനുഷ്യരുമായിട്ട് ഇടപഴകി ആ ജ്ഞാനപ്പഴത്തിന്റെ ആ ജ്ഞാനം ഈ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയാ സംഘശക്തിയിലൂടെ ദേശഭക്തിയിലൂടെ മുന്നോട്ട് വരുന്ന എല്ലാമാർക്കെയും രചിച്ചിയും തന്നെയാണ് തീർച്ചയായിട്ടും ഈ യോഗാദിന പുരസ്കാരത്തിന് ഏറ്റവും അർഹർ. ആ പുരസ്കാരം നൽകിയതിലൂടെ ഇവിടെ യഥാർത്ഥത്തിൽ പൈതൃകമാണ് പുരസ്കൃതമായിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പൈതൃകത്തിന്റെ മറ്റൊരു തീരുമാനം എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം എന്താ വെച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യമായിട്ടാണ് പെരുന്തട്ട ക്ഷേത്ര പരിപാലന സമിതിക്ക് ഒരു ആദരവ് ലഭിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ഒരു ക്ഷേത്രമാണിത്. കാടും പടലുമായിട്ട് ഒരാളും കയറും പോലും പേടിച്ചു നിൽക്കുന്ന, അങ്ങനെ പാമ്പിന്റെ കൂട്ടമായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലം ഇന്ന് ഇത്രയധികം ഒരു എന്താ പറയാ മഹാരുദ്രയജ്ഞങ്ങളും മധുരുദ്രവും ഒക്കെ നടന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്ന് വിരാജിക്കുന്ന ആ ഒരു അവസ്ഥ, ആ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള ആ പരിപാലന സമിതിയെ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ആ പരിപാലന സമിതിക്ക് ഒരു ആദരവ് ലഭിക്കുന്നത്. ആ തീരുമാനം തീർച്ചയായിട്ടും പൈതൃകത്തിന്റെ ഏറ്റവും ഉചിതമായ തീരുമാനമായി. അതിലൂടെ പൈതൃകം വീണ്ടും പുരസ്കൃതമായിരിക്കുകയാണ്. പൈതൃകത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. രചിച്ചിക്ക് നാൾക്കുനാൾ ഈ ഭാരതത്തിലെ ആത്മീയ പ്രവർത്തകരെ മുന്നോട്ട് നയിക്കാൻ ദീപശിഖ ദിശാബോധം നൽകാൻ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.